കമ്പ്യൂട്ടിംഗ് മേഖലയിലെ നിർണായക വഴിത്തിരിവായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സാധ്യതകൾ തേടി അരുവിത്തറ സെന്റ് ജോർജസ് കോളേജിൽ ശില്പശാല സംഘടിപ്പിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഡിൻഡുമോൻ ജോയ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ തത്വങ്ങൾ, നിലവിലെ ട്രെൻഡുകൾ, ഭാവി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഇതിന്റെ ഫണ്ടമെന്റൽസ് പറയാതെ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആവും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫിസിക്സുകാർക്ക് പോലും ഇതിന്റെ ഫണ്ടമെന്റൽ ലെവലിലെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ഇത്രയും കാലമായിട്ട്. ഓക്കെ, ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ശരിക്കും വർക്കാവോ, അത് നമ്മുടെ തിയറി മാത്രമാണത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് ക്ലാരിഫൈഡ് ആയത് ഈ കഴിഞ്ഞ 2022 നോബൽ പ്രൈസ് ഈ ഫീൽഡിൽ കൊടുത്തപ്പോഴാണ് എനിക്കതെല്ലാം ആ ഡൗട്ടുകളെല്ലാം മാറിയത്. ഓക്കെ, വേൾഡ് അംഗീകരിച്ചു കഴിഞ്ഞു ഇത് ശരിക്കും ഉള്ളതാണെന്ന് പറഞ്ഞ്, ക്വാണ്ടം മെക്കാനിക്സ് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. ക്യൂബിറ്റുകൾ, ക്വാണ്ടം അൽഗോരിതങ്ങൾ, ക്വാണ്ടം സൂപ്രീമസി തുടങ്ങിയ നൂതന ആശയങ്ങൾ കമ്പ്യൂട്ടിംഗ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ക്യാമ്പസിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കോളേജ് കോഴ്സ് കോർഡിനേറ്ററും ബർസാറുമായ ഫാദർ ബിജു കൊന്നക്കേട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ ജസ്റ്റിൻ ജോയ്, അസോസിയേഷൻ ഫാക്കൽറ്റി കോർഡിനേറ്റർ ഡോക്ടർ സൗമ്യ ജോർജ്, വിദ്യാർത്ഥി പ്രതിനിധി ആൻജോ ജോയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.